ഹൈസ്കൂൾ ക്ലാസ് മുതൽക്ക് തന്നെ പലതരം ഇക്വേഷൻസുമായി നമുക്ക് പരിചയമുണ്ട്. സിമ്പിൾ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്നിങ്ങനെ പലതരം ഇക്വേഷനും അവയുടെയൊക്കെ സൊല്യൂഷൻ കാണുന്ന രീതികളും നാം പഠിച്ചിട്ടുണ്ട്. ഇവിടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് മെട്രിക്സുകളുടെയും ഡിറ്റർമിനന്റിന്റെയും സഹായത്തോടുകൂടി ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. ഒരു കൂട്ടം ഇക്വേഷൻസ് ഒരേ സമയത്ത് പരിഗണിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ അതിനൊരു സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായി 2x - 3y = 3, x + 5y = 8. ഇതൊരു സിസ്റ്റമാണ്. രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ ഒന്നിച്ചു പരിഗണിക്കുകയാണ്. എക്സും വൈയും രണ്ട് വേരിയബിൾസ് ഉള്ള രണ്ട് ഇക്വേഷൻസ്. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എക്സിന്റെയും വൈയുടെയും വാല്യൂ ആണ്. രണ്ട് ഇക്വേഷനിലും ഒരേ സമയം ശരിയാവുന്ന എക്സിന്റെയും വൈന്റെയും വാല്യൂ. അതാണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ, ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ. മറ്റൊരു സിസ്റ്റം എക്സ് വൈ സെറ്റ്, മൂന്ന് വേരിയബിൾസും മൂന്ന് ഇക്വേഷൻ, മറ്റൊരു സിസ്റ്റമാണ്. വേറൊരു സിസ്റ്റം ഇതാ, 4 വേരിയബിളും 4 ഇക്വേഷനും. ഇത്തരത്തിലുള്ള സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ ഡിറ്റർമിനൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മെട്രിക്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒരു ജനറൽ ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ രണ്ട് വേരിയബിൾ എക്സും വൈയും ഉള്ളൊരു രണ്ട് ഇക്വേഷൻ a1x + b1y = c1, a2x + b2y = c2. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് മെട്രിക്സുകൾ ഉപയോഗിച്ച് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുകയാണ്. അതായത് ഇതിനകത്തുള്ള കോയിഫിഷ്യൻസ് മാത്രം നമ്മൾ എടുക്കുക. അപ്പൊ ആദ്യം ഫസ്റ്റ് ഇക്വേഷനിലെ കോയിഫിഷ്യന്റ് ആണ് a1ഉം b1ഉം, രണ്ടാമത്തെ a2ഉം b2ഉം. നമുക്കതൊരു മെട്രിക്സ് ആക്കി എടുക്കാം. മെട്രിക്സ് a1 b1 a2 b2. പിന്നെ നമ്മൾ ഇതിനകത്തുള്ള വേരിയബിൾസ് ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതാം. അപ്പൊ a1 b1 a2 b2 ഇൻറ്റു കോളം മെട്രിക്സ് xy മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. a1 b1 ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അപ്പൊ a1x + b1y ഇതിനല്ലേ വന്നത്. അതുപോലെ സെക്കൻഡ് റോ a2 b2 ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്താൽ a2x + b2y ഇതല്ലേ രണ്ടാമത്തെ ഇക്വേഷനിൽ വന്നത്. ഇത് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം, ബാക്കി വരുന്ന കോൺസ്റ്റൻസ്, അതായത് ഈക്വൽ ടു c1 c2. അതായത് ഫസ്റ്റ് റോ a1 b1 ഇൻറ്റു xy a1x + b1y ഇതിലെ ഫസ്റ്റ് എലമെന്റ് c1. സെക്കൻഡ് റോ a2 b2 ഇൻറ്റു xy a2x + b2y ഇതിലെ സെക്കൻഡ് എലമെന്റ് c2. അതായത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് ഈ രൂപത്തിൽ മെട്രിക്സ് ഫോമിൽ എഴുതാം. ഫസ്റ്റ് ദ മെട്രിക്സ് ഓഫ് ദ കോഎഫിഷ്യന്റ്സ് ഇൻറ്റു ദ കോളം മെട്രിക്സ് ഓഫ് ദ വേരിയബിൾസ് ഈക്വൽ ടു ദ കോളം മെട്രിക്സ് ഓഫ് ദി കോൺസ്റ്റൻസ്. നമുക്ക് ആദ്യത്തെ a1 b1 a2 b2 എന്നുള്ള മെട്രിക്സ് ഓഫ് ദ കോഎഫിഷ്യന്റ്സ് അതിനെ a എന്ന് വിളിക്കാം. അതുപോലെ മെട്രിക്സ് ഓഫ് ദ വേരിയബിൾസിനെ x എന്ന് വിളിക്കാം. മെട്രിക്സ് ഓഫ് ദ കോൺസ്റ്റൻസിനെ b എന്ന് വിളിക്കാം. ഈ സിസ്റ്റത്തെ നമ്മൾ ax = b എന്ന ഫോമിലേക്ക് മാറ്റി എഴുതുകയാണ്. where a is the matrix of coefficients, x is the matrix of variables and b is the matrix of constants. ഇനി ഇപ്പൊ നമുക്കൊരു മെട്രിക്സ് ഇക്വേഷൻ കിട്ടിയെന്ന് പറയാം. ax = b ഒരു ഇക്വേഷൻ തന്നെയാണ്, മെട്രിക്സ് ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ രണ്ട് സൈഡും a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. a ഇൻവേഴ്സ് ഇൻറ്റു ax ഈക്വൽ ടു a ഇൻവേഴ്സ് ഇൻറ്റു b. ഒരേ ക്വാണ്ടിറ്റി കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുന്നു. a ഇൻവേഴ്സ് ഇൻറ്റു ax ഈക്വൽ ടു a ഇൻവേഴ്സ് ഇൻറ്റു b. ഇതിന്റെ അസോസിയേഷൻ ഒന്ന് മാറ്റിയെടുത്താൽ a ഇൻവേഴ്സ് ഇൻറ്റു a ഇൻറ്റു എക്സ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്, നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. a ഇൻവേഴ്സ് ഇൻറ്റു a ഇൻറ്റു എക്സ് ഈക്വൽ ടു a ഇൻവേഴ്സ് ഇൻറ്റു b. എന്താണ് a ഇൻവേഴ്സ് ഇൻറ്റു a? നമുക്കറിയാം, ദാറ്റ് ഈസ് ദ ഐഡന്റിറ്റി മെട്രിക്സ്. സോ ദിസ് ഈസ് ix ഈക്വൽ ടു a ഇൻവേഴ്സ് ഇൻറ്റു b. ഐഡന്റിറ്റി മെട്രിക്സിനെ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഐഡന്റിറ്റി മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കിട്ടുന്നു. സോ ദിസ് ഈസ് x ഈക്വൽ ടു a ഇൻവേഴ്സ് ഇൻറ്റു b. അതായത് എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ മെട്രിക്സ് ആണ്, സൊല്യൂഷൻ എന്ന് പറയുന്നത് വേരിയബിൾ മെട്രിക്സിലെ എലമെന്റ്സ് കാണലാണല്ലോ. ആ വേരിയബിൾ മെട്രിക്സ് കണ്ടുപിടിക്കാൻ x ഈക്വൽ ടു a ഇൻവേഴ്സ് ഇൻറ്റു b എന്ന ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സ്,
അതിന്റെ ഇൻവേഴ്സ് കാണുക, ആ ഇൻവേഴ്സിനെ കോൺസ്റ്റന്റ് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നാൽ നമുക്ക് വേരിയബിൾസിന്റെ എക്സ് വൈ അല്ലെങ്കിൽ എത്ര ആയിക്കോട്ടെ ആ വേരിയബിൾസിന്റെ മെട്രിക്സ് നമുക്ക് കിട്ടും. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. 2x plus 5y is equal to 1. 3x plus 2y is equal to 7. രണ്ട് ഇക്വേഷനും രണ്ട് വേരിയബിളും. ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ കാണണം. നാം ആദ്യം ചെയ്യേണ്ട ജോലി ഈ സിസ്റ്റത്തെ ഒരു മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ്. അതായത് മെട്രിക്സ് ഓഫ് ദ കോഎഫിഷ്യൻസ് ഇൻറ്റു കോളം മെട്രിക്സ് ഓഫ് ദ വേരിയബിൾസ് is equal to column matrix of the constants. അപ്പോൾ മെട്രിക്സ് ഓഫ് ദ കോഎഫിഷ്യൻസ്, ഇവിടെ വരുന്ന കോഎഫിഷ്യൻസ് 2, 5, 3, 2. അപ്പോൾ നമുക്ക് വരുന്നത് മെട്രിക്സ് 2, 5, 3, 2 ഇൻറ്റു വേരിയബിൾസ് എക്സ് വൈ, കോളം മെട്രിക്സ് എക്സ് വൈ is equal to constants 1, 7. അപ്പോൾ നമ്മൾ AX is equal to B എന്നുള്ള ഫോമിലേക്ക് എഴുതി. A എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് ദി കോഎഫിഷ്യൻസ്, A is equal to 2, 5, 3, 2. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ കാണാൻ നമുക്ക് ചെയ്യേണ്ടത് എ ഇൻവേഴ്സിന് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബി എന്ന് പറയുന്ന മെട്രിക്സ് 1, 7. അപ്പൊ എ ഇൻവേഴ്സ് കാണണം. എ ഇൻവേഴ്സ് കാണാൻ ആദ്യം വേണ്ടത് ഡിറ്റർമിനന്റ് എ കാണുക. 2 ഡിറ്റർമിനന്റ് 2, 5, 3, 2. ദാറ്റ് ഈസ് 4 മൈനസ് 15 is equal to മൈനസ് 11 is not equal to 0. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് മെട്രിക്സ് നോൺ സിംഗുലർ ആണ്. അപ്പൊ ഇൻവേഴ്സ് ഉണ്ട് എന്ന് ഉറപ്പായി. അപ്പോൾ ഇൻവേഴ്സ് കാണണമെങ്കിൽ ഇനി നമുക്ക് അഡ്ജോയിന്റ് കാണണം. അഡ്ജോയിന്റ് is equal to 2 മൈനസ് 5 മൈനസ് 3, 2. എങ്ങനെയാണ് നമുക്കറിയാം, വിശദീകരണം ആവശ്യമില്ല. അഡ്ജോയിന്റ് കണ്ടു. അപ്പൊ ഇനി എ ഇൻവേഴ്സ് എന്തായിരിക്കും? 1 by ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ. ദാറ്റ് ഈസ് മൈനസ് 1 by 11 ഇൻറ്റു 2 മൈനസ് 5 മൈനസ് 3, 2. ഇതാണ് എ ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സിസ്റ്റത്തിന് മെട്രിക്സ് ഫോമിലേക്ക് AX is equal to B എന്നുള്ള മെട്രിക്സ് ഫോമിലേക്ക് എഴുതി എ എന്ന് പറയുന്ന മെട്രിക്സ് ഓഫ് ദ കോഎഫിഷ്യൻസ് അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. ഇനി എന്താണ് സൊല്യൂഷൻ? X is equal to the matrix of the variables. X is equal to A inverse into B. That is A inverse minus 1 by 11 into matrix 2 minus 5 minus 3, 2 into B. B is the matrix of the constants. നമ്മൾ നേരത്തെ നോക്കിയാൽ 1, 7 ആണ് B. അപ്പം minus 1 by 11 into 2 minus 5 minus 3, 2 into 1, 7. നമുക്ക് ആദ്യം മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 1, 2 minus 5 into 7, 35. അപ്പോൾ 2 minus 35. minus 1 by 11 into 2 minus 35 minus 33. രണ്ടാമത്തെ റോ ഇൻറ്റു കോളം മൈനസ് 3, 2 into 1, 7 മൈനസ് 3 into 1 മൈനസ് 3, 2 into 7, 14 ആഡ് ചെയ്താൽ 11. അപ്പം മൈനസ് 1 by 11 ഇൻറ്റു മൈനസ് 33, 11. ഇനി മൈനസ് 1 by 11 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താലോ? മൈനസ് 1 by 11 ഇൻറ്റു മൈനസ് 33, 3. മൈനസ് 1 by 11 ഇൻറ്റു 11 മൈനസ് 1. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്, അതായത് എക്സ് എന്താണ്? മെട്രിക്സ് എക്സ് വൈ. ആ എക്സ് വൈ ആണ് 3 മൈനസ് 1 എന്ന് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സിന്റെ വാല്യൂ 3 ആണ്, വൈയുടെ വാല്യൂ മൈനസ് 1 ആണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എക്സ് is equal to 3, വൈ is equal to 1, മൈനസ് 1. ഇത് ശരിയല്ലേ നോക്കുക. ഇവിടെ നമ്മൾ എക്സിന് 3 കൊടുക്കുക. 2 into 3, 6. വൈക്ക് 1 മൈനസ് 1 കൊടുക്കുക. 5 into മൈനസ് 1, മൈനസ് 5, 6 മൈനസ് 5, 1. ഇവിടെ കൊടുത്താലോ? 3 into 3, 9. 2 into minus 1, minus 2. 9 minus 2 is equal to 7. അപ്പോൾ ഇതാണ് ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ. അടുത്ത എക്സാമ്പിൾ. 3 ഇക്വേഷനും 3 വേരിയബിളും. അത് ആദ്യത്തെ ജോലി നമുക്കിതിനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതണം. മെട്രിക്സ് ഓഫ് ദ കോഎഫിഷ്യൻസ് എന്തൊക്കെയാണ്? കോഎഫിഷ്യൻസ് 1, 1, 1. രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സ് ഇല്ല. അപ്പൊ അതിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് 0 ആയിട്ട് എടുക്കാം. 0, 1, 3. മൂന്നാമത്തെ 1, മൈനസ് 2, 1. അപ്പൊ മെട്രിക്സ് ഓഫ് ദ കോഎഫിഷ്യൻസ് 1, 1, 1, 0, 1, 3, 1, മൈനസ് 2, 1. എക്സ് ഇല്ലാത്തത് കൊണ്ട് 0 എന്നെടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കോളം മെട്രിക്സ് ഓഫ് ദി വേരിയബിൾസ്. ഇവിടെ 3 വേരിയബിൾ ഉണ്ട്.
അതുകൊണ്ട് ആ മെട്രിക്സിന്റെ വേരിയബിൾസിന്റെ മെട്രിക്സ് എക്സ് വൈ സെഡ്. ഇനി കോൺസ്റ്റൻസ് കോളം മെട്രിക്സ് 6, 11, 0. അപ്പം ഇത് എ ആണ്, ഇത് എക്സ് ആണ്, ഇത് ബി ആണ്. അപ്പൊ എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് കിട്ടി. അപ്പൊ സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. അപ്പൊ നമുക്ക് എ ഇൻവേഴ്സ് കാണണം. എ എന്ന് പറയുന്ന മെട്രിക്സ് 1, 1, 1, 0, 1, 3, 1 - 2, 1. ഡിറ്റർമിനന്റ് എ കാണാം. ഡിറ്റർമിനന്റ് 1, 1, 1, 0, 1, 3, 1 - 2, 1. ആൻസർ ഇസ് ഈക്വൽ ടു 9. എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾക്ക് അറിയുന്നതാണ്. കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. 9 ആണ്, നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഇതിനൊരു ഇക്വേഷൻ, ഇതൊരു ഇൻവേഴ്സ് ഉണ്ട് എന്ന കാര്യം നമുക്ക് ഉറപ്പായി. ഇനി അഡ്ജോയിന്റ് കാണണമെങ്കിൽ എയുടെ മൈനേഴ്സ് കാണണം, കോഫാക്ടേഴ്സ് കാണണം, എല്ലാ എലമെന്റിനെയും കോഫാക്ടർ കൊണ്ട് റീപ്ലേസ് ചെയ്യണം, ട്രാൻസ്പോസ് എടുക്കണം. അപ്പൊ അഡ്ജോയിന്റ് നമുക്ക് കിട്ടുക മെട്രിക്സ് 7 - 3, 2, 3, 0, -3, -1, 3, 1. അപ്പൊ നമുക്ക് എ ഇൻവേഴ്സ്, ദാറ്റ് ഈസ് 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ, 1/9 ഇൻറ്റു അഡ്ജോയിന്റ് എ ഇൻവേഴ്സ് കിട്ടി. ഇനി സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി, ദാറ്റ് ഈസ് 1/9 ഇൻറ്റു മെട്രിക്സ് 7 - 3, 2, 3, 0, -3, -1, 3, 1 ഇൻറ്റു ബി. ബി എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ കോളം മെട്രിക്സ് 6, 11, 0. മൾട്ടിപ്ലൈ ചെയ്താൽ 7 × 6 പ്ലസ് -3 × 11 പ്ലസ് 2 × 0, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, പിന്നെ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1/9 ഇൻറ്റു 9, 18, 17. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. 1/9 ഇൻറ്റു 9, 18, 27. ഇനി 1/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ 1, 2, 3. അപ്പൊ നമുക്ക് കിട്ടിയ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് കോളം മെട്രിക്സ്, എക്സ് എന്ന് പറയുന്നത് കോളം മെട്രിക്സ് എക്സ് വൈ സെഡ് ആണ്. അത് നമുക്ക് ഇവിടെ കിട്ടിയ അതിന്റെ വാല്യൂ 1, 2, 3 എന്നാണ്. എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2, സെഡ് ഇസ് ഈക്വൽ ടു 3. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ. അപ്പം നമുക്കൊരു മെട്രിക്സ് ഉപയോഗിച്ച് ഒരു സിസ്റ്റത്തെ സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അതിനെ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിലേക്ക് എഴുതുന്നു. എ എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് ദ കോഎഫിഷ്യൻസ്, എക്സ് എന്ന് പറയുന്നത് കോളം മെട്രിക്സ് ഓഫ് ദ വേരിയബിൾസ്, ബി എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് ദി കോൺസ്റ്റൻസ്. പിന്നെ എയുടെ ഇൻവേഴ്സ് കാണുന്നു. പിന്നെ എക്സ് കിട്ടാൻ വേണ്ടി എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഒരു കോളം മെട്രിക്സ് ആൻസർ കിട്ടും. അതായിരിക്കും എക്സ് എന്ന് പറയുന്ന വേരിയബിൾ മെട്രിക്സ്. ഈ കൂട്ടത്തിൽ നമുക്ക് ഓർമ്മിച്ച് വെക്കാനുള്ള മറ്റൊരു പോയിന്റ് കൂടെ ഉണ്ട്. അതായത് ഒരു സിസ്റ്റത്തിന്റെ കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പം ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതൊരു കൺസിസ്റ്റന്റ് സിസ്റ്റമാണ്. സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആണ്. ചില സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. ഉദാഹരണമായിട്ട് x + y = 10, 2x + 2y = 15. എക്സും വൈയും കൂട്ടിയാൽ 10 കിട്ടണം. അതിന്റെ 2 മടങ്ങ് കൂട്ടിയാൽ 15 കിട്ടണം. ഒരിക്കലും സംഭവിക്കൂലോ. അപ്പൊ അതൊരു ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റമാണ്. അപ്പൊ അങ്ങനെ സൊല്യൂഷൻ ഇല്ലാത്ത സിസ്റ്റത്തെയാണ് നമ്മൾ ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം എന്ന് പറയും. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ കണ്ടുപിടിക്കാൻ വേണ്ടി ചില ടെക്നിക്കുകളുണ്ട്. അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് AX = B, ഇതിന് കൺസിസ്റ്റൻസി ഉണ്ടോ, അതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ആദ്യത്തെ മാർഗം ഡിറ്റർമിനന്റ് A പരിശോധിക്കുകയാണ്. ഡിറ്റർമിനന്റ് A ≠ 0 ആണെങ്കിൽ സംശയിക്കാനില്ല, അത് കൺസിസ്റ്റന്റ് ആണ്, ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. If determinant A ≠ 0, the system is consistent and has a unique solution. ഇനി ഡിറ്റർമിനന്റ് 0 ആയിപ്പോയാലോ? അപ്പൊ നമുക്ക് 1-2 കാര്യങ്ങൾ നോക്കണം. ഡിറ്റർമിനന്റ് A 0-യും പിന്നെ നമ്മൾ നോക്കേണ്ടത് അഡ്ജോയിന്റ് A × B. ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് മെട്രിക്സ്. ഡിറ്റർമിനന്റ് A 0 ആവുക, അഡ്ജോയിന്റ് A × B ≠ 0 ആവുക. അങ്ങനെയാണെങ്കിൽ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല, അതായത് ഇൻകൺസിസ്റ്റന്റ് ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് ≠ 0 ആണെങ്കിൽ സംശയിക്കേണ്ട, ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ആൻഡ് ഹാസ് എ യുണീക് സൊല്യൂഷൻ. ഇനി ഡിറ്റർമിനന്റ് = 0 ആയി പോയാൽ പിന്നെ ഒരു കാര്യം കൂടി നോക്കണം, അഡ്ജോയിന്റ് A × B. അത് ≠ 0 ആണെങ്കിൽ സൊല്യൂഷൻ ഇല്ല, ഇൻകൺസിസ്റ്റന്റ് ആണ്. എന്നാൽ അഡ്ജോയിന്റ് A × B = 0 ആയാലോ ചിലപ്പോൾ കൺസിസ്റ്റന്റ് ആവാം വിത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ചിലപ്പോൾ
ഇൻകൺസിസ്റ്റന്റും ആവാം. അത് നമുക്ക് രണ്ട് സാധ്യതകളുണ്ട്. സിസ്റ്റം മേ ബി കൺസിസ്റ്റന്റ് ഓർ ഇൻകൺസിസ്റ്റന്റ് അക്കോർഡിംഗ് ആസ് ദ സിസ്റ്റം ഹാസ് എയ്തർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഓർ നോ സൊല്യൂഷൻസ്. രണ്ട് രീതിയിൽ സംഭവിക്കാം. അപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ മൂന്ന് തരത്തിലാണ് നമ്മൾ നോക്കുന്നത്. ഇഫ് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ആൻഡ് ഹാസ് എ യുണീക് സൊല്യൂഷൻ. ഇനി ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ പിന്നെ നമ്മൾ നോക്കുന്നത് അഡ്ജോയിന്റ് എ ഇൻറ്റു ബി ആണ്. അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ്, ദർ ഇസ് നോ സൊല്യൂഷൻ. ഇനി ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0യും അഡ്ജോയിന്റ് എ ഇൻറ്റു ബിയും അതും ഈക്വൽ ടു 0 ആയാൽ ദ സിസ്റ്റം മേ ബി കൺസിസ്റ്റന്റ് or inconsistent according as the system has either infinitely many solutions or no solutions. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ മെട്രിക്സ് ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് സൊല്യൂഷൻ ഉണ്ടോ, കൺസിസ്റ്റന്റ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. ഇത്രയാണ് ഈ ലെസൺ.